ഒരു പരീക്ഷണശാലയിലാണ് സീസർ എന്ന ചോരക്കുഞ്ഞ് ജനിക്കുന്നത്. അമ്മയെ നഷ്ടപ്പെട്ട ആ ചോരക്കുഞ്ഞിനെ വില്ലെന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവനൊരു മൃഗമായിരുന്നില്ല, മറിച്ച് ആ വീട്ടിലൊരു കുട്ടിയായിരുന്നു. മനുഷ്യനേക്കാൾ ബുദ്ധിയോടെ മനുഷ്യക്കുഞ്ഞിനെ പോലെ അവൻ വളർന്നു. ആ ശാസ്ത്രജ്ഞന്റെ രോഗിയായ അച്ഛന് അവൻ സ്വന്തം പേരക്കുട്ടിയെ പോലെ ആയിരുന്നു. എന്നാൽ അവനൊരു വെറും മൃഗമാണെന്ന് ഈ ലോകം അവനെ ഓർമ്മിപ്പിച്ച ഒരു ദിവസമുണ്ട്. ഓർമ്മ നശിച്ച ആ വൃദ്ധനെ അയൽവാസി ക്രൂരമായി ഉപദ്രവിക്കുന്നത് ജനലിലൂടെ കണ്ട സീസർ തന്റെ പ്രിയപ്പെട്ടവനെ രക്ഷിക്കാൻ വേണ്ടി പുറത്തേക്ക് ചാടി അയൽവാസിയെ ആക്രമിക്കുന്നു. സ്നേഹിക്കുന്നവരെ രക്ഷിക്കാൻ അവൻ ചെയ്ത ഈ പ്രവൃത്തിയുടെ പേരിൽ സീസറിനെ അപകടകാരിയായ ഒരു മൃഗമായി മുദ്രകുത്തി അവർ ഇരുമ്പഴിക്കുള്ളിലേക്ക് വലിച്ചെറിയുകയാണ്. അവിടെ നിന്നാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവങ്ങളിലൊന്ന് തുടങ്ങുന്നത്. ചിമ്പാൻസികളുടെ പ്രതികാരത്തിന്റെ തുടക്കം കുറിച്ച റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ആപ്സ് ആരംഭിക്കുന്നത് ഈ ഹൃദയഭേദകമായ സംഭവത്തിൽ നിന്നാണ്. ഈ ചിത്രത്തിലെ മനുഷ്യരെക്കാൾ പ്രേക്ഷകന്റെ നെഞ്ചിൽ ഇടം പിടിക്കുന്നത് ആൻഡി സെർക്കിസ് ജീവൻ നൽകിയ സീസർ എന്ന ആ വാനരനാണ്. ഇരുമ്പഴിക്കുള്ളിലെ ആ തണുത്ത തറയിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്റെ വളർത്തച്ഛൻ വരുമെന്ന് കാത്തിരിക്കുന്ന സീസറിന്റെ കണ്ണുകൾ നമ്മുടെ നെഞ്ച് തകർക്കും. താനൊരു മനുഷ്യനല്ലെന്നും തന്റെ വർഗം മനുഷ്യരാൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടവരാണെന്നും അവൻ അവിടെ വെച്ച് തിരിച്ചറിയുന്നു. തന്നെ വളർത്തിയവരോട് അവനുള്ള സ്നേഹവും തന്റെ വർഗത്തോട് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതകൾ കാണുമ്പോഴുള്ള അവന്റെ സങ്കടവും നമ്മളിലേക്ക് വല്ലാതെ ആഴ്ന്നിറങ്ങും. ആ വലിയ സങ്കടം പിന്നീട് ലോകത്തെ വിറപ്പിക്കുന്ന വലിയൊരു ദേഷ്യമായി മാറുകയാണ്. സീസറിന്റെ കണ്ണുകളിലെ ആ മാറ്റം പ്രേക്ഷകനിൽ വലിയൊരു ആവേശം സൃഷ്ടിക്കും. സിനിമ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരിക്കലും മറക്കാനാവാത്ത ചില ദൃശ്യങ്ങളുണ്ട്. മൃഗശാലയിൽ വെച്ച് ക്രൂരനായ ഒരു കാവൽക്കാരൻ സീസറിനെ അടിക്കാൻ വരുമ്പോൾ അവൻ അവന്റെ കൈകളിൽ കയറിപ്പിടിച്ച് ആദ്യമായി മനുഷ്യന്റെ ഭാഷയിൽ നോ എന്നാൽ അറന്നൊരു രംഗമുണ്ട്. സിനിമ കാണുന്ന ഏതൊരു മനുഷ്യനെയും അക്ഷരാർത്ഥത്തിൽ നടിക്കുക ഒരൊറ്റ വാക്കിൽ മനുഷ്യന്റെ സർവ്വ അഹങ്കാരവും തകർന്നു വീഴുകയായിരുന്നു. അവിടെ നിന്ന് അവൻ തന്റെ വർഗത്തെ മുഴുവൻ മോചിപ്പിച്ച് വലിയൊരു സൈന്യമായി കാടിറങ്ങുന്ന രംഗങ്ങൾ രോമാഞ്ചത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. എന്തുകൊണ്ടാണ് ഇതൊരു ലോകോത്തര സിനിമ അനുഭവമായി മാറുന്നത്? കാരണം ഇതൊരു വെറും മൃഗങ്ങളുടെ കഥയല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന അടിച്ചമർത്തപ്പെട്ടവരുടെ കഥയാണിത്. മനുഷ്യന്റെ അത്യാഗ്രഹവും പ്രകൃതിയിലുള്ള ക്രൂരതയും എങ്ങനെയാണോ അവന്റെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്നതെന്ന് ഈ ചിത്രം കാണിച്ചു തരുന്നു. സ്വന്തം ബുദ്ധിയുടെ മേൽ അഹങ്കരിച്ച മനുഷ്യർക്ക് മേൽ ഒരു ചിമ്പാൻസി തന്റെ ബുദ്ധി കൊണ്ടും കരുത്തുകൊണ്ടും വിജയം നേടുന്നത് അതിമനോഹരമായി ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയുടെ അവസാന ഭാഗത്ത് വലിയൊരു പോരാട്ടം നടത്തി തന്റെ വർഗത്തെയും കൂട്ടി കാട്ടിലേക്ക് മറയുന്ന സീസറിനെ നമ്മൾ കാണുന്നുണ്ട്. തന്നെ വളർത്തിയ മനുഷ്യൻ അവനെ തിരികെ വിളിക്കുമ്പോൾ താനിപ്പോൾ ജീവിക്കുന്നത് സ്വന്തം വീട്ടിലാണെന്ന് അവൻ്റെ കാതിലേക്ക് പറയുന്ന അവസാന രംഗം ഏതൊരു പ്രേക്ഷകൻ്റെയും കണ്ണ് നനയിക്കും. അങ്ങേയറ്റം വൈകാരികമായ അതുപോലെ തന്നെ വലിയൊരു ദൃശ്യവിസ്മയം നൽകുന്ന ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.